അടുത്ത ചെവിയുടെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ സ്കിന്നും ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഹെയർ ആണ് ഇനി അടുത്ത് ശ്രദ്ധിക്കുക നമ്മൾ. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യമായി ബ്രഷ് ടൂളിൽ തന്നെ പോകുന്നു. അവിടുന്ന് നമ്മൾ സ്പോഞ്ച് ബ്രഷ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രഷ് എടുക്കുകയാണ്. ഓക്കെ, സൈസ് ഇച്ചിരി കുറയ്ക്കുക. 36 എന്നുള്ളത് ഒരു 86 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് ഞാൻ മാറ്റിയപ്പോൾ ഇനി നമുക്ക് പതുക്കെ സ്മഡ്ജ് ചെയ്തിട്ട് പോകാം. ഇതിന് സൈസ് 4 പോയിൻ്റ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. 4 പോയിൻ്റ്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ 6 പ്രസ് ചെയ്യണം. 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റൊട്ടേഷൻ ആകും. അങ്ങനെയാണ് ഇപ്പോൾ സാധനം ഞാൻ തിരിച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഹെയർ ചെയ്യുമ്പോൾ ഇച്ചിരി തിരിച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ പിടിച്ച് തിരിച്ചാൽ മാത്രം മതി. അടുത്തായിട്ട് നമുക്ക് പിരിയം ബ്രഷ് തുടങ്ങാം. അപ്പോൾ അതിന് ഇച്ചിരി സ്ട്രെങ്ത് ഇച്ചിരി കുറച്ച് വെച്ച് 78 ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാം സ്പഞ്ച് ചെയ്തെല്ലാം പൂർത്തിയായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പെൻ ടൂൾ എടുക്കുക. ഇവിടെ റബ്ബർ ബാൻഡ് ടൂൾ എന്ന് പറയുന്ന സാധനം
നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓണാക്കി വെക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു സംഭവം കിട്ടത്തുള്ളൂ, ഒരു ഫ്ലോയിങ് കിട്ടത്തുള്ളൂ. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെൻ ടൂളിൽ ഈ റബ്ബർ ബാൻഡ് ടൂള് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മുടി കറക്റ്റാക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ എഴുന്നേൽക്കുന്ന മുടിയില്ല, അത് നമ്മൾ വരച്ച് തന്നെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ പെൻ ടൂൾ വെച്ച് മുഴുവൻ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ സെലക്ട് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ലാസോ ടൂളിൽ പോയി ഫെദർ ഒരു 1.1 ഓക്കെ അടിക്കുക. കൺട്രോൾ ജെ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് കിട്ടും. ഓക്കെ, നമ്മളിതിൻ്റെ എഡ്ജ് കളയുക. ലാസർ ടൂൾ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്. എഡ്ജുകൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കളയുക. അഡീഷണലായിട്ടൊരു ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്, അതായത് ഈ ഫയൽ തന്നെ. എന്നിട്ടത് താഴ്വശം ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ പുതിയൊരു ലെയർ സെലക്ട് ചെയ്യുകയാണ്. അത് ചെയ്തതിന് ശേഷം ഞാൻ ഈ താഴെ കാണുന്ന ഈ സെൻറ്ററിൽ കൊണ്ടുവന്ന് കൺട്രോൾ എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പം സെലക്ട് ആയി വരുന്നതാണ് ഈ വശം മാത്രം. അപ്പോൾ അതിലേക്ക് ഞാൻ പുതിയ ലെയറിൽ നിന്ന് ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ഇതിന് മാച്ച് ചെയ്യുന്നത് അത് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ മോഡിൽ പോയി കളർ എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്ത കളർ. നമ്മൾ ബ്രഷിൻ്റെ സെലക്ട് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് റൗണ്ടാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് റൗണ്ട്. ഒപ്പാസിറ്റി ഇച്ചിരി കുറയ്ക്കുക. ഒരു 10 പോയിൻ്റ് കിട്ടും. 12 പോയിൻ്റ് കിട്ടിയാൽ ഇത് നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങളിൽ നമ്മൾ കളർ ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കളർ ഒരു പിങ്ക് ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒപ്പാസിറ്റി സ്വല്പം മൊത്തത്തിലൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 48 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡിക്രീസ് ചെയ്യുക. നമ്മളിതിലേക്ക് കൺട്രോൾ ഇ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒറ്റ ലെയറായി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയലും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കൺട്രോൾ ന്യൂ പുതിയൊരു ലെയർ എടുക്കുക. അതിലേക്ക് ഞാനിപ്പം ഈ ഒരു കളർ ഫില്ല് ചെയ്യാൻ പോവാണ്. ഇത് പിക്ക് ചെയ്തു, പിക്കർ തുളിഞ്ഞത് ഈ കളർ ഞാൻ പിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാനിത് ആഡ് ചെയ്തു. എന്നിട്ടത് താഴത്തോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മളെ ഫേസിൽ ഏതാണ് കളറ് അതാണ് ഞാനിപ്പോൾ പിക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബ്രഷ് ടൂൾ എടുക്കുക. അവിടുന്ന് ഹാർഡ് റൗണ്ട് എന്ന് പറയുന്ന ബ്രഷ് സെലക്ട് ചെയ്തു. ഓക്കെ, അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ സ്പോട്ടായിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ
സ്മഡ്ജ് ടൂളിൽ പോകുന്നു, ഹാർഡ് റൗണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇച്ചിരി വലിപ്പം കൂട്ടിയിട്ട് സ്ട്രെങ്ത് ഇച്ചിരി കൂട്ടി വെച്ചത് 84 ഇട്ടിട്ട് സ്വല്പം സൈസിന് ചെറുതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കുക. 6 പ്രസ് ചെയ്യുക, പിന്നെ വളഞ്ഞു വരും. ഇത് നമ്മൾ സ്മഡ്ജ് ചെയ്തോളാം. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം എല്ലാം ചെയ്ത് പൂർത്തിയാക്കി. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിനി ഹെയറിൻ്റെ അരികൾ റെഡിയാക്കാം.